അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉസ്താദിനെ പരിചയപ്പെടുത്തി തരാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ തിരുകേശം കിട്ടിയതും അതുപോലെ ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തിയാക്കിയതും ഒരു ഉസ്താദിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷമം മൂപ്പര് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആ ഉസ്താദിൻ്റെ പേര് ഉസ്താദ് തന്നെ പത്രക്കാരെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദിൻ്റെ പേര് ഉസ്താദ് തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. ജമിയത്തുൽ മുഅല്ലിമീൻ, അതായത് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, സമസ്തയുടെ കീഴിലുള്ള. അതാണ് ഉസ്താദിൻ്റെ പേര്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വഹാബുദ്ദീൻ നദ്വി. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് പത്രക്കാരെ മുമ്പിൽ ഞാൻ കാന്തപുരം AP മുസ്ലിയാർ എന്ന് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ ഉസ്താദുമാരെയും എല്ലാ പത്രപ്രവർത്തകർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് പോട്ടെ. ഇനി എന്താണ് ഈ ഉസ്താദിൻ്റെ പ്രശ്നം? ബാക്കിയുള്ള കാര്യം ഒന്ന് പറഞ്ഞാണ് ഉസ്താദെ. AP അബൂബക്കർ മുസ്ലിയാരെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പിവിടെ ചർച്ചാ വിഷയമായതാണ്. സാമുദായിക രംഗത്ത്, സാമൂഹിക രംഗത്ത് ഒക്കെ അത് ചർച്ചാ വിഷയമായിരുന്നു. പ്രവാചക തിരുമേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട്. ഉസ്താദിൻ്റെ പ്രശ്നം തിരുകേശം ചർച്ചയാക്കിയതാണല്ലോ. അല്ല ഉസ്താദെ, ഈ തിരുകേശം ചർച്ചയാക്കിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ കുറേ കാലം വച്ചിട്ട് ചർച്ചയാക്കിയിട്ട് എന്ത് കാര്യം അതുകൊണ്ടുണ്ടായത്? അല്ല ഉസ്താദ്, നിങ്ങളെ സമസ്തയിൽ എത്രങ്ങോനും പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ സ്വന്തം കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകണം, നിങ്ങൾ അറിയണില്ലേ? 100 കൂട്ടം പ്രശ്നങ്ങൾ നിങ്ങളെ സമസ്തയിൽ ഉണ്ടായിരിക്കെ ഇതൊന്നും നിങ്ങൾ ചർച്ചയാക്കാതെ ഉസ്താദിൻ്റെ ബേക്കിൽ കൂടിയിട്ട് ഒരു കാര്യമില്ല ഉസ്താദെ. ഉസ്താദിൻ്റെ കയ്യിലുള്ള തിരുകേശം ഒരുപാട് ഭക്തരായ ആളുകൾ, ഉസ്താദിന് വിശ്വാസമുള്ള ആളുകൾ അതിന് ബർക്കത്തെടുക്കാണ്. നിങ്ങൾ അതിൻ്റെ ബെയ്ത്താൽ ഒരു കൂടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ബാക്കിയുള്ള കാര്യം കൊണ്ട് പറഞ്ഞാണ്. പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ. എന്താ ഉസ്താദ്, AP ഉസ്താദിനോടുള്ള വിദ്വേഷം കാരണം ദീനിൻ്റെ ഒരു നിയമം മാറ്റിമറിക്കാൻ പറ്റുമോ? അല്ല ഉസ്താദെ, സനദ് ഉണ്ടായാലേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുകേശം അംഗീകരിക്കാൻ പറ്റും എന്നുള്ളൊരു നിയമം ഇസ്ലാമിൽ ഉണ്ട് ഉസ്താദെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെമ്മാട് ദാറുൽ ഹുദ കോളേജിൻ്റെ അധിപനല്ലേ നിങ്ങളോടൊക്കെ ഞാൻ അതിൻ്റെ വിഷയം പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഏതെങ്കിലും ഒരു തിരുകേശത്തിന് സനദ് ഉണ്ടായാൽ നന്ന്. ഉസ്താദിൻ്റെ കയ്യിലുള്ള തിരുകേശത്തിന് ഉസ്താദിൻ്റെ കയ്യിൽ സനദ് ഉണ്ടാവാം. പക്ഷെ ഇനി ഒരാളെ കയ്യിൽ തിരുകേശത്തിന് സനദ് ഇല്ല എന്ന് വെച്ചോളി, എന്നാൽ അത് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ള ഉസ്താദ് എങ്ങനെ പറയാ? ഉസ്താദ് മാതാ യഖൂലു ഫി ഉലമായി ആസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസാറുകൾക്ക് സനദ് വേണോ അതോ തഖാലിദുൽ ഉറുഫ്, നാട്ടിലത് റസൂലുള്ളാഹിൻ്റെ കേസാന്ന് അറിയുന്നുണ്ട്, അത് മാത്രം മതിയോ എന്ന് ഇമാമിങ്ങളോട് ചോദിച്ചപ്പോൾ ഇമാമിങ്ങൾ അതിനെന്താ മറുപടി പറഞ്ഞത്? ബഹുമാനപ്പെട്ട ബദ്രുൽ അൻവാർ ഫി ആദാബിൽ ആസാർ എന്ന ഗ്രന്ഥത്തിൻ്റെ 38-ാമത്തെ പേജിൽ പറയുന്നുണ്ട് തഖാലീദുൽ ഉർഫ ഫഖത്ത്, നാട്ടിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കേസാന്ന് അറിഞ്ഞാൽ മതി, എന്താ തന്നെ ബർക്കത്തെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിക്കാർ പിന്നെ അവർക്ക് അന്തല്ലല്ലോ, ഓല് പറയാണ് സനദ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിനോട് വിടാം. അപ്പോൾ AP ഉസ്താദിനോടുള്ള വെറുപ്പുണ്ട്, നിങ്ങൾ പുതിയൊരു നിയമം ഒന്നും പറയില്ല. അപ്പോൾ ഉസ്താദിനെ അറിയാം, ആ വിഷയം ഒഴിവാക്കണം. ഉസ്താദ് ബാക്കിയുള്ളൂടെയും പറഞ്ഞാണ്. അത് സംസൃഷ്ടമാകുന്നത് തന്നെ ഒരു വ്യാജമായ ചില നാടകങ്ങളിലൂടെ, അഭിനയങ്ങളിലൂടെയൊക്കെയാണ്. ഡൽഹിയിൽ പോയി കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തിയിട്ട് അവിടുന്ന് ഗ്രാൻഡ് മുഫ്തി പദം വ്യാജമായി നൽകപ്പെടുകയാണ്. അതാണ് ഉസ്താദിൻ്റെ പ്രശ്നം. AP ഉസ്താദിനെ ഡൽഹിയിൽ പോയിട്ട് AP ഉസ്താദ് കുറച്ച് ആളുകളൊന്നല്ല ഉസ്താദെ, ഒരുപാട് ആളുകളൊന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയാണ് ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തിയാക്കിയത്. എനിക്കറിയാം നിങ്ങളെ പ്രശ്നം പിന്നെ ഷാറു ബാർക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തിയാക്കിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉസ്താദെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഡൽഹിയിൽ, നിങ്ങൾ കുറച്ച് ആളുകളാക്കണ്ട. അപ്പോൾ നിങ്ങളെ പ്രശ്നം അതാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഇന്നാളെ പിന്നെ പത്രപ്രവർത്തകരുടെ മുമ്പിൽ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഷ പറഞ്ഞതില്ല, അതൊന്ന് പറഞ്ഞാണ് ഉസ്താദെ. ഗ്രാൻഡ് മുഫ്തിയെ അറിയില്ലേ? എന്തറിയാൻ, ആടെന്തറിഞ്ഞു ഹേ അങ്ങാടി വാണിമ്പം. ഇത് എന്ത് ഭാഷയാണ് ഉസ്താദ്? ആടെന്തറിഞ്ഞു ഹേ
പെണ്ണ് വാണി എന്താണ് അങ്ങാടി വാണിബഹ, ഇതൊക്കെ ഏതാ ഭാഷ ഉസ്താദ്? ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അത് ആ ഭാഷ പത്രപ്രവർത്തകർക്ക് അറിയുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിനോട് പറയാനുള്ളത്, ഇങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി ആയത് ആ ഒരു വിഷയമാണ്. ഇനി ഉസ്താദ് മലേഷ്യയിലോ ഇന്തോനേഷ്യയിലോ ഒക്കെ പോയി കണ്ട് ഉസ്താദ് ഗ്രാൻഡ് മുഫ്തി ആക്കിയത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? നിങ്ങൾ ബാക്കിയെന്ന് പറഞ്ഞാണ്. ഇന്തോനേഷ്യയിൽ പോയി, മലേഷ്യയിൽ പോയി, സിംഗപ്പൂരിൽ പോയി, നേപ്പാളിൽ പോയി, അബുദാബിയിൽ പോയി, അവിടെയൊക്കെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏതാനും വാടകക്കാർ അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി കാടടച്ച് പിന്നെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതെ, അതാണ് നിങ്ങളെ പ്രശ്നം. ഉസ്താദ് ഇന്തോനേഷ്യയിൽ പോയി, മലേഷ്യയിൽ പോയി, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തി ആക്കിയിട്ട്, അല്ല ഉസ്താദ് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, പ്രസവിച്ച പെണ്ണ് തിന്നുന്നുണ്ടാണ് മച്ചി കലർച്ചിട്ട് കാര്യമുണ്ട് ഉസ്താദ്? നിങ്ങൾ കാര്യം ചെയ്ത് നിങ്ങളതിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, നിങ്ങൾ വല്ല ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും പോയിക്കാണ്ട് നിങ്ങൾ നേതാക്കന്മാരാരെങ്കിലും നിങ്ങൾ തന്നെ പോയിക്കാണ്ട് നിങ്ങൾ ഗ്രാൻഡ് മുഫ്തി ആയിക്കോളി. ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തി ആക്കിയിട്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഉസ്താദ് മലേഷ്യ ഇന്തോനേഷ്യ അവിടെ നിന്നൊക്കെ വിട്ടു. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഉസ്താദ് ഗ്രാൻഡ് മുഫ്തിയാണ്. ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളുകൾ, അംഗീകരിക്കാത്ത ആളുകളൊക്കെ ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തിയാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ബാക്കി കൂടി പറഞ്ഞാണി. ഇപ്പോൾ 94 വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. 94 വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയുക അദ്ദേഹത്തിന്. മനുഷ്യന് വയസ്സാകുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ ഈ വ്യാജം പറയുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും, വിശിഷ്യ മുസ്ലിമീങ്ങൾ. അല്ല ഉസ്താദ്, ബഹുമാനപ്പെട്ട AP ഉസ്താദിന് 93 വയസ്സ് ആയിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ന്യായം എന്താണ്? 93 വയസ്സായിട്ടും ഇപ്പോഴും മൂപ്പര് കളവ് നിർത്തുന്നില്ലല്ലോ, തിരുകേശാണെന്ന് പറയണ്ടല്ലോ. അല്ല ഉസ്താദ്, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒന്ന് വന്നൂബിൽ മുഅ്മിനീന ഖൈറ, നിങ്ങൾ വലിയ ചമ്മാട് ദാറുൽ ഹുദൻ്റെ അധിപനല്ലേ, വലിയ ഉസ്താദല്ലേ, ഒരുപാട് കുട്ടികൾക്ക് ദർസൊക്കെ ചൊല്ലി കൊടുക്കുന്ന ഉസ്താദല്ലേ, നിങ്ങൾക്ക് ഒന്നും ഇങ്ങനെ ചിന്തിച്ചൂടെ? 93 വയസ്സായി ഉസ്താദിന്, നിങ്ങളെ ഭാഷ പ്രകാരം മരിക്കാനേ അങ്ങനെയൊന്നും പറയേണ്ട ഉസ്താദേ. മരിക്കാനും ആരാണ് എപ്പോഴാണ് മരിക്കുക? അള്ളാഹു ദീർഘായുസ്സ ആഫിയത്ത് നിങ്ങൾക്കും തരട്ടെ, ഞമ്മക്കും തരട്ടെ, AP ഉസ്താദിനും കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മരിക്കാനായി ഒന്നും നിങ്ങൾ പറയില്ലേ. നിങ്ങൾ മൊത്തത്തിൽ ഒരു ആലങ്കാരിയിട്ട് പറയണേ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് മരിക്കാനായിട്ടും ഉസ്താദ് ഇപ്പോഴും തിരുകേശാന്ന് പറയുന്നുണ്ട്. അല്ല ഉസ്താദ്, ലൊന്നു ബിൽ മുഅ്മിനീന ഖൈറ, മുഅ്മിനീങ്ങളെ പറ്റി നല്ലത് ചിന്തിച്ചൂടെ? നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ? ഈ 93 വയസ്സായിട്ട് മൂപ്പര് മാറ്റി പറയണില്ലല്ലോ, ഇപ്പോഴും മൂപ്പര് തിരുകേശാന്നുള്ള സമൂഹത്തോട് പറയുന്നത്. നിങ്ങളെ അമ്പലക്കടവ് ഒരിക്കൽ തിരുകേശാണ് ഹസ്രജിൻ്റെ കയ്യിൽ, പിന്നെ തിരുകേശല്ല, എങ്ങനെയൊന്നും മാറ്റി പറയണില്ല. ഉസ്താദ് അന്നുള്ള സത്യം ഇന്നും പറയണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ വയസ്സായിട്ട് പോലും അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ തിരുകേശാണ് എന്ന് ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് തിരുകേശം തന്നെ ആയിരിക്കും എന്ന് മാത്രമല്ല, അത് കാണാൻ വരുന്ന ആളുകളോട് നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന വെള്ളം നിങ്ങൾ ബഹുമാനത്തോടെ സൂക്ഷിക്കണം, അത് നിങ്ങൾ അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തരുത്, ഇങ്ങനെയൊക്കെ ഈ വയസ്സിലും പറയുമ്പോൾ അത് തിരുകേശമായിരിക്കുമല്ലോ എന്നല്ലേ ഉസ്താദ് നിങ്ങൾ കരുതേണ്ടത്. അതുകൊണ്ട് ഉസ്താദ് നിങ്ങളാ കുയിന്ത്, കിബർ, ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഉസ്താദിൻ്റെ വേക്കിൽ നിങ്ങൾ കൂടിയിട്ട് കാര്യമില്ല. ഉസ്താദ് ഗ്രാൻഡ് മുഫ്തിയായി, ഉസ്താദിൻ്റെ കയ്യിലുള്ള തിരുകേശം ഇന്നൊരു മുസ്ലിം സമൂഹം അതിനെ വർക്കത്തെടുക്കും. നിങ്ങൾ ആരെയൊക്കെ ക്ഷണിക്കും? നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ മാറിന്നോളി. അതുകൊണ്ട് നിങ്ങളെ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളെ സംഘടനയിൽ ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് സ്നേഹത്തോടെ ഉസ്താദിനോട് എനിക്ക് അപേക്ഷിക്കാറ്, നിങ്ങളെ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ തീർത്തോളി. ഉസ്താദിൻ്റെ ബാക്കിൽ നിങ്ങൾ കൂടിയിട്ട് കാര്യമില്ല. ഉസ്താദിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഉസ്താദ് നിങ്ങൾക്ക് എന്നോട് എന്തൊരു വെറുപ്പുണ്ടെങ്കിൽ എന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ വേദനയോട് ഞാൻ ഇത് പങ്കുവെച്ചതാണ്. അതുകൊണ്ട് ഉസ്താദിന് അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ, AP ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.